കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു എരിവുള്ള മിക്സ്ചറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം കായം, ആവശ്യത്തിന് ഉപ്പ് ഇതുകൂടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്ന് ഒരു 3/4 കപ്പോളം മാറ്റി വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇത് ഇടിയപ്പത്തിൻ്റെ ഇതിലിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് അതിന് കണക്കായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ദോശയുടെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കണം. ദോശമാവ് നമ്മൾ കലക്കൂലേ, അതുപോലെ. ഈ പരുവത്തിൽ നമുക്ക് ഇത് കലക്കി വെക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സറിൻ്റെ ഈ മാവ് നമുക്കിതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് 1 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അധികം കരിഞ്ഞു പോകരുത്, പെട്ടെന്നായി കിട്ടും. വേഗം തന്നെ ചെയ്തെടുക്കണം. ഇത് ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ബൂന്തി തയ്യാറാക്കാം. നമുക്ക് നേരത്തെ കലക്കി വെച്ച ഈ മാവ് നമുക്കിനി ഈ അരിപ്പയിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് വേഗം ആയി കിട്ടും. അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് കോരിയെടുക്കണം. ഇത് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് കൊണ്ടെല്ലാം ആയി കിട്ടും. വേഗം ചെയ്തെടുക്കാം. ഇത് നമുക്ക് കോരി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. നമുക്കിതെല്ലാം കുറച്ചൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നേരത്തെ തയ്യാറാക്കിയ മിക്സ്ചർ, നമ്മുടെ മിക്സ്ചറിന് വേണ്ട ബൂന്തിയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് 1 കപ്പ്, ഞാനിപ്പോൾ 1 കപ്പ്
കപ്പലണ്ടിയാണ് എടുത്തത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പച്ച കപ്പലണ്ടിയാണ് എടുത്തത്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. നിങ്ങൾ വറുത്ത് വെച്ച കപ്പലണ്ടിയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇത് ഒരു 5 മിനിറ്റെങ്കിലും ഇതെനിക്ക് ആവേണ്ടതുണ്ട്. കപ്പലണ്ടി ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്നായി കിട്ടും. 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് കോരി വെക്കാം. എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് കോരിയെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ പിന്നെ എല്ലാം കപ്പലണ്ടി ഏകദേശം ഒന്നായി കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരിയെടുക്കാം. എല്ലാം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മിക്സ്ചറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ്ചർ എല്ലാം ഒന്ന് പൊടിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ എല്ലാം ഇത് ഓൾറെഡി പൊടിഞ്ഞു കൊള്ളും നമ്മൾ എടുത്തിടുമ്പോൾ തന്നെ, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പമാണ്. കുട്ടികൾക്ക് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് മിക്സ്ചർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ആയാലും കുട്ടികൾക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം. കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ അവർ വീണ്ടും വീണ്ടും വറുത്തെടുക്കുന്നതല്ലേ. ഇതാകുമ്പോൾ നമുക്ക് തന്നെ ഉറപ്പായിട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാധനമാകുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാമല്ലോ വീട്ടിൽ തന്നെ. അപ്പം നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.